ഹായ് ഫെലസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ അലാറം വെച്ചിരുന്നെങ്കിലും അലാറം അടിക്കുന്നതിന് മുമ്പേ എണീറ്റ സ്ഥിതിക്ക് എവിടേക്കാലും പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇതുവരെ പ്ലാൻ ആയിട്ടില്ല എവിടേക്കാണ് പോകാമെന്ന്. സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ DB കില്ലർ ഫിറ്റ് ചെയ്തു. ലോങ് റൈഡൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ അയച്ചു വയ്ക്കാം. പാസ് ആയില്ല, തന്നാൽ മതി. ഗൈസ്, അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാസ് കിട്ടിയിരിക്കുകയാണ്. പിന്നെ 10 രൂപേൻ്റെ എല്ലാ പ്രാവശ്യം എടുക്കുന്ന പാസ് എടുത്തു. അപ്പോൾ വരുന്നവരെന്തായാലും എടുത്തിട്ട് വരിക. അപ്പോൾ നമുക്ക് പോവാം. ഗൈസ്, ഇവിടെ കുറച്ച് നേരം ഇരുന്നു. കണ്ടാൽ വെയിലുണ്ടെന്ന് ചൂടുണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാത്തൊരു റൈഡാണ്. ജസ്റ്റ് റൈഡ് എൻജോയ് ചെയ്യുക, വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയൊക്കെ പോണേ. എപ്പോഴും ഗ്ലൗസ് ഇട്ടതിന് ശേഷമാണ് പിന്നെ ക്ലിപ്പ് ഇടാൻ ഓർമ്മ വരിക. എന്തൊരവസ്ഥയാണല്ലേ. ഡബിൾ ടയറിങ് ആയതുകൊണ്ട് ഗ്ലൗസ് ഇടാൻ പറ്റില്ല. അപ്പോൾ പോവാം. ഫസ്റ്റ് ടൈമാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഊട്ടിക്ക് പോണ വഴിക്ക് ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്താണ്. പൈനല്ലേ ഇത്? ഇങ്ങനെ വലിയ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ഡിസംബറിൽ നല്ല തണുപ്പുണ്ട്.
നമ്മൾ ഊട്ടി എത്തിയിരിക്കുകയാണ്. നമ്മൾ വയനാട് കയറി ഊട്ടി റോഡിലൊന്ന് പോകണമെന്ന് വിചാരിച്ച്, പക്ഷെ വണ്ടി നല്ല കംഫർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഊട്ടി എത്തിപ്പോയി. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും നോക്കാം. ഊട്ടിയിലൊക്കെ പെട്രോളിന് ഒടുക്കാത്ത റേറ്റാണ്. തമിഴ്നാട്ടിലും ഈ റേറ്റ് തന്നെ ആയിരിക്കും. 87 രൂപ ലിറ്ററുണ്ട്. നാട്ടിൽ 81, 82 എങ്ങനെയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എത്രയും പെട്ടെന്നൊരു ചായ കുടിക്കാം, അതാണ് അടുത്ത ലക്ഷ്യം. ഗൈസ്, അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് ചായ കിട്ടിയിരിക്കുകയാണ്. കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരുപാട് ഷോപ്പ് നോക്കി. ഒക്കെ തിരക്കുള്ള സ്ഥലത്താണ്, കോവിഡൊക്കെ അല്ലേ, അതുകൊണ്ട് തിരക്കുള്ള സ്ഥലത്താണ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് ചായ കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. നമ്മുടെ ഈ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് നല്ല അങ്ങനെ റൈഡ് ചെയ്യാണ്. വഴിയിൽ എന്തെങ്കിലും ബോർഡൊക്കെ കണ്ടാൽ പോവാം, എന്തെങ്കിലും സ്പോട്ടിലേക്കുള്ള ബോർഡൊക്കെ കണ്ടാൽ കയറി നോക്കാം. പോകുന്ന വഴിക്ക് നല്ലൊരു ലേക്ക് കണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ആ നീലാകാശവും പച്ച ലേക്കല്ല, അത് ഈ മരങ്ങളുടെ റിഫ്ലക്ഷനായിട്ട് പച്ചയായിട്ട് കാണുന്നുണ്ട്. അവിടെ പോകാൻ പറ്റുമോ? ഏലിയൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് പോയി നോക്കാം. പോലീസൊന്നും പിടിച്ചുണ്ടോ ലേക്ക്? അവിടെ ഒരു ഫാമിലി ഉണ്ട്, അങ്ങോട്ട് പോകണ്ട നമുക്ക്. ഇവിടെ സൈഡിലൊക്കെ കുറച്ച് വേസ്റ്റ് ഉണ്ട്. സൈഡിലത്തെ വെള്ളമൊന്നും കണ്ടിട്ട് ഇത്ര നീറ്റായിട്ട് തോന്നില്ല. ഡാമാണെന്ന് തോന്നുന്നു. അവിടെ ഇത് ഡാമിൻ്റെ ഷട്ടർ പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇവിടെ നേരത്തെ ഒരു ലേക്കിൻ്റെ അടുത്ത് നിന്നില്ലായിരുന്നു, ഒരു ഡാമാന്നൊക്കെ പറഞ്ഞ് ആ ഡാമിൻ്റെ ഷട്ടറുകളാണെന്ന് തോന്നുന്നു കാണുന്നത്. അപ്പോൾ ആ ഭാഗത്ത് എവിടെയായിരിക്കും നമ്മൾ ലേക്കിൻ്റെ അടുത്ത് നിന്നത്. അപ്പോൾ പോവാം, മെല്ലെ നീങ്ങാം. വണ്ടി സൈഡാക്കുമ്പോൾ മാത്രമേ എനിക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റൂ, കാരണം മൈക്കില്ല, വിൻ നോയ്സ് നല്ലോണം ഉണ്ടാവും. മൈക്കിനൊക്കെയാണ് ഒടുക്കത്തെ റേറ്റ് വന്നു. അപ്പോൾ ഫോൺ നോക്കി കുറേ സ്ഥലത്ത് ഈ ഫ്ലെക്സ് കണ്ടു. ഇതെന്താ എഴുതിയിരിക്കുന്നത്? കാണാനില്ല, ഈ പൊമ്പളയെ കണ്ടുകെട്ടുന്നവർക്ക് 200 രൂപ പാരിതോഷികം നൽകുന്നതായിരിക്കുന്ന സാവും കുട്ടി. നമുക്ക് പോവാം. റോഡ് വീതി കൂട്ടലിൻ്റെ ഭാഗമായി ഒരു സൈഡിൽ നിന്ന് മണ്ണെടുത്തിട്ട് മറ്റേ സൈഡിൽ ഇടുകയാണ്. അപ്പോൾ ആ മണ്ണൊക്കെ താഴോട്ട് പോകില്ല. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അയ്യോ, ഞാനിത് ട്രക്ക് ഫ്രണ്ട് പൊങ്ങിച്ചാന്ന് വിചാരിച്ചു. ഗൈസ്, പോണ വഴിക്ക് ഒരു ജീവിയെ കണ്ടു. ഇതെന്ത് ജീവിയാണ് മനസ്സിലാകുന്നില്ല. അങ്ങനെ കണ്ടിട്ട് ഞാൻ തിരിച്ചതാണ്. നമുക്ക് ഒന്നുകൂടി തിരിക്കാം. അപ്പോളൂ എന്ത് ജീവിയാണെന്ന്. മാനാണെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക്. ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ജാക്കറ്റിൻ്റെ ബാക്കിലൊരു സ്റ്റോറേജ് ഉണ്ട്.
അതിലിട്ടാൻ പറ്റുമോ നോക്കാം. കറക്റ്റായിട്ട് അതിൽ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വലിയ ഡിസ്കംഫർട്ടൊന്നുമില്ല. പിന്നെ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പാസ് വേണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ കേരളത്തിലേക്ക് വരാൻ പാസ് വേണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ബോർഡറിലൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും പാസ് വേണം. ഡിസംബർ 1-നാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് പാസ് വേണം എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിടിലൻ റൈഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.